എന്നത് ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. അത് ഹനിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിനെ സാങ്കേതികത പറഞ്ഞ് മറികടക്കുകയാണോ വേണ്ടത്? രാഹുൽ ഉയർത്തിയ ചോദ്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഒപ്പം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതി ഉയർത്തിയ ചോദ്യങ്ങളും അവിടെ തന്നെയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ SIRനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്ര ഇന്നലെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 80,000-ലധികം കള്ളവോട്ട് ചേർത്തുവെന്ന് പുതിയ ആരോപണവും ഉയരുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുന്നത്. സത്യവാങ്മൂലമില്ലെങ്കിൽ അന്വേഷണമില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് കമ്മീഷന് തോന്നുന്നുണ്ടോ? അതിനിടെ വോട്ടുകൊള്ള ആരോപണത്തിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യം. ഇന്ന് രാവിലെ ചേർന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിൽ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ ചർച്ചകളാണ് നടന്നിട്ടുള്ളത് എന്നാണ് വിവരം. തുടർ നടപടി തേടി പ്രതിപക്ഷം പാർലമെന്റിന് നോട്ടീസ് നൽകും. എന്നാൽ ഇംപീച്ച്